An electron is projected with a velocity v along the axis of a current carrying long solenoid. അല്ലേ? അപ്പോൾ കറണ്ട് ക്യാരിയിങ് ആയിട്ടുള്ള ഒരു സോളിനോയിഡ് ഉണ്ട് അല്ലേ? അപ്പോൾ ഒരു സോളിനോയിഡ് ഇങ്ങനെയാണല്ലോ ഇരിക്കുക അല്ലേ? ഇതാണല്ലോ സോളിനോയിഡ്. ഈ സോളിനോയിഡിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? കറണ്ട് കടത്തിവിടുന്നു. ഇതൊരു ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ നമുക്ക് ഐ എന്ന് വിചാരിക്കാം. ഐ എന്ന് പറയുന്ന കറണ്ടാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നു? പ്രൊജക്റ്റ് ചെയ്യുന്നു വിത്ത് എ വെലോസിറ്റി വി അലോങ് ദ ആക്സിസ് ഓഫ് ദ കറണ്ട് ക്യാരിയിങ് ലോങ്. ഇതാണ് നമ്മുടെ ആക്സിസിൽ കൂടെ ഒരു ഇലക്ട്രോണിനെ നമ്മൾ കടത്തി വിടുകയാണ് അല്ലേ? ഒരു ഇലക്ട്രോണിനെ വി എന്ന് പറയുന്ന വെലോസിറ്റിയിൽ ആക്സിസിൽ കൂടെ, ഇതിനെയാണ് നമ്മൾ ആക്സിസ് എന്ന് പറയുക, സോളിനോയിഡിൻ്റെ ആക്സിസ് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ആക്സിൽ കൂടെ കടത്തി വിടുകയാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഒരു സോളിനോയിഡിൻ്റെ ആക്സിസിലൂടെ ആയിരിക്കും അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അല്ലേ? ഒരു സോളിനോയിഡിൽ കൂടെ കറണ്ട് പാസ് ചെയ്താൽ ആ സോളിനോയിഡ് മാഗ്നറ്റ് ആവുമെന്നും ആ സോളിനോയിഡിനകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആക്സിസിലൂടെ ആയിരിക്കും, പാരലൽ ലൈൻസ് ആയിരിക്കും ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ ഇലക്ട്രോൺ അതേ ഡയറക്ഷനിൽ തന്നെ വന്നാൽ ഇവിടെ ഇലക്ട്രോൺ എന്ന് പറയുന്ന ചാർജ് മൂവ് ചെയ്യുന്ന വെലോസിറ്റിയുടെ ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും രണ്ടും ഒരേ ഡയറക്ഷൻ അല്ലേ? രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. അതുകൊണ്ട് ഇവയ്ക്ക് രണ്ടിൻ്റെ ഇടയിലുണ്ടാകുന്ന ആംഗിൾ എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് ഈ ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം QVB സൈൻ തീറ്റയാണ്. ഈ QVB സൈൻ തീറ്റയിൽ തീറ്റയുടെ വാല്യൂ എന്താണ്? 0 ആയതുകൊണ്ട്, തീറ്റ 0 ആയാൽ സൈൻ തീറ്റ 0 ആണെന്ന് നമുക്കറിയാമല്ലോ. സൈൻ തീറ്റ 0 ആയതുകൊണ്ട് അതിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് 0 ആയിരിക്കും. അതായത് മാഗ്നറ്റിക് ഫീൽഡുള്ള ഒരു സ്ഥലത്ത് ഒരു ചാർജ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലാണ് എൻട്രി ചെയ്യുന്നതെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 0 ആയിരിക്കും. അതുകൊണ്ട് ആ ഇലക്ട്രോൺ അതേ ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്യും. അതിന് പ്രത്യേകിച്ച് ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യില്ല. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ദ പാത്ത് ഓഫ് ദ ഇലക്ട്രോൺ വിൽ ബി സർക്കുലർ അബൌട്ട് ഇറ്റ്സ് ആക്സിസ്. തെറ്റാണ്, സർക്കിളിട്ട് കറങ്ങില്ല. ദ ഇലക്ട്രോൺ വിൽ ബി ആക്സിലേറ്റഡ് അലോങ് ദ ആക്സിസ്. ആക്സിലറേഷൻ ഉണ്ടാവില്ല, ആക്സിലറേഷൻ കാണില്ല, കാരണം ഫോഴ്സ് ഇല്ലല്ലോ. ദ പാത്ത് ഓഫ് ദി ഇലക്ട്രോൺ വിൽ ബി ഹെലിക്കൽ പാത്ത്. കറങ്ങി ഇങ്ങനെ പോവുകയൊന്നുമില്ല. ദി ഇലക്ട്രോൺ വിൽ കണ്ടിന്യൂ ടു മൂവ് വിത്ത് ദ സെയിം വെലോസിറ്റി അലോങ് ദ ആക്സിസ് ഓഫ് ദ സോളിനോയിഡ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. കാരണം അവിടെ എന്ത് ആക്ട് ചെയ്യുന്നില്ല? ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. ഫോഴ്സ് 0 ആയതുകൊണ്ട് ആ ചാർജ് അതേ സ്പീഡിൽ തന്നെ അതേ ഡയറക്ഷനിൽ പൊയ്ക്കൊണ്ടേയിരിക്കും. ഫോഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ അത് അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തേനെ. ഇവിടെ ഫോഴ്സ് ഒന്നും ഇല്ല.